ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എൻജിൻ ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ പിടിച്ച വണ്ടിയുടെ എൻജിൻ റിപ്പയറിങ്ങിൻ്റെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന്. ഓയിൽ മുഴുവൻ തീർന്നു പോയതുകൊണ്ട് റിങ്സ് എല്ലാം ജാമായി പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ നിന്നും ഒട്ടും അനങ്ങാത്ത സ്റ്റേജിലായിരുന്നു. എൻജിൻ ഡിസസംബ്ലിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ ഇന്ന്. എൻജിൻ ചേസിസിൽ നിന്ന് വേർപെടുത്തിയെടുക്കുന്നതിന് മുൻപ് കുറേ ഹോസുകളും വയറിംഗ് കണക്ഷനുകളുമെല്ലാം ഡിസ്കണക്ട് ചെയ്യേണ്ടതുണ്ട്. വണ്ടിയുടെ സീറ്റും സെൻട്രൽ കമ്പാർട്ട്മെൻറ്റും ഊരിയെടുത്താലാണ് നമുക്ക് പണി തുടങ്ങാനാവുക. ഇതുപോലുള്ള മിക്കവാറും എല്ലാ വണ്ടികളുടെയും ബാക്ക് സൈഡിലെ എല്ലാ മെയിൻ വയറിംഗ് കണക്ഷനും വരുന്നത് വണ്ടിയുടെ വലതുഭാഗത്തായിട്ടാണ്. ആദ്യം നമുക്ക് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടറിൽ നിന്നുള്ള വയറിംഗ് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാൻ നോക്കാം. ഈ വലിപ്പം കൂടിയ ഇൻസുലേഷൻ കേബിളിനുള്ളിലൂടെ പോകുന്ന വയറിങ്ങുകളാണ് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടറിൽ നിന്നുള്ളത്. ബാറ്ററിയിൽ നിന്നുള്ള ഈ കാണുന്ന മെയിൻ വയറിംഗ് കണക്ടർ നമുക്ക് ആദ്യം തന്നെ ഡിസ്കണക്ട് ചെയ്യാം. ഇതുപോലെ പിടിച്ച് പ്രസ് ചെയ്ത് വലിച്ചൂരിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വയറിംഗ് സോക്കറ്റും ഡിസ്കണക്ട് ചെയ്യാം. ആ വയറിങ്ങിൻ്റെ തന്നെ കൂടെ ഉണ്ടായ ഈ തടി കൂടിയ വയറാണ് ഇനി നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടത്. വണ്ടിയുടെ ഗ്രൗണ്ട് അഥവാ ബോഡി എർത്ത് എന്നൊക്കെ പറയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ പൊട്ടൻഷ്യൽ തന്നെയാണ്. ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഈ ബോൾട്ട് ഊരിയെടുത്തതിന് ശേഷം കേബിൾ ഡിസ്കണക്ട് ചെയ്ത് ബോൾട്ട് തിരികെ ഇടാം. ഇനി നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ കോയിൽ അസംബ്ലിയിൽ നിന്നുള്ള വയറിംഗ് കണക്ഷനാണ്. ഈ വലിപ്പം കൂടിയ വയറിങ്ങിൻ്റെ താഴെയായി വരുന്ന ഈ വയറിംഗ് കണക്ഷനാണത്. ഇത് ആ വയർ ഇതിലൂടെ റൂട്ട് ചെയ്ത് പോയി ഇവിടെ എത്തുന്നു. അതിലൊരു കണക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ വലിച്ചൂരിയെടുക്കാവുന്നതാണ്. ഇനിയുള്ള 2 വയറിംഗ് കണക്ടറുകളും ഒരല്പം ബലം കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരുന്നതാണ്. ഇനി നമുക്ക് ചേസിസിൽ നിന്നും ഈ കാണുന്ന 2 ക്ലിപ്പുകൾ കൂടി വേർപെടുത്തി കഴിഞ്ഞാൽ വയറിങ്ങിൻ്റെ ഡിസ്കണക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാം. കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഊരിപ്പോരുന്നില്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 2 സൈഡിലും ഇതുപോലെ അമർത്തി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്ത മുഴുവൻ കേബിളുകളും ഒരു തടസ്സം വരാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ എടുത്ത് എൻജിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇടാം. എയർ സെക്ഷൻ വാൽവ് അഥവാ സെക്കൻഡറി എയർ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ നിന്നും എൻജിൻ ഹെഡിലേക്ക് എയർ സപ്ലൈ ചെയ്യുന്ന ഈ ഹോസാണ് നമ്മൾ ആദ്യം ഡിസ്കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെയുള്ള ക്ലാമ്പിൻ്റെ സ്ക്രൂ നമുക്കൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ റിലീസ് ചെയ്ത് വെക്കണം. മുഴുവനായി ഊരേണ്ടതില്ല. ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ മെല്ലെ തെക്കി കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഹോസുകൾ ഊരിപ്പോരുന്നതാണ്. ഊരിയെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ പമ്പ് പ്ലയറോ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഹോസ് വലിച്ചൂരിയെടുക്കാം. ഈ ഹോസ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം ഹാർഡ്നെസ് ഉള്ള സബ്സ്റ്റൻസ് വെച്ചിട്ടാണെങ്കിലും പ്ലയർ ഉപയോഗിക്കുമ്പോൾ ഹോസ് കീറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് HT കോയിൽ നിന്നും സ്പാർക്ക് പ്ലഗിലേക്കുള്ള കണക്ഷൻ ഇതുപോലെ ഡിസ്കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ആക്സിലറേറ്റർ കേബിൾ ഇതുപോലെ ഊരി മാറ്റാം. ഇനിയുള്ളത് ചോക്കിൻ്റെ കേബിളാണ്. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇവിടെയുള്ള സ്ക്രൂ ഒന്ന് റിലീസ് ചെയ്ത് വെച്ചാൽ കേബിൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. സ്ക്രൂ മുഴുവനായി ഊരിയെടുക്കേണ്ടതില്ല. വണ്ടിയുടെ പെട്രോൾ ടാങ്ക് വാൽവിൽ നിന്ന് വരുന്ന 2 ഹോസുകളാണ് ഇനി നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനുള്ളത്. ഇതാണ് അതിലൊന്ന്. ഈ ഹോസിലൂടെ എൻജിൻ എയർ വലിക്കുമ്പോഴാണ് പെട്രോൾ വാൽവ് ഓപ്പണായി കാർബറേറ്ററിലേക്ക് പെട്രോൾ എത്തുന്നത്. പെട്രോൾ ഹോസ് ഊരാനായി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മെല്ലെ നമുക്ക് തിക്കി കൊടുക്കാം.
2 ഹോസുകളും നമുക്ക് മുകളിലേക്ക് ഇതുപോലെ എടുത്തു വയ്ക്കാം. ക്ലച്ച് കേസിലേക്കുള്ള എയർ ഡക്റ്റ് ഡിസ്കണക്ട് ചെയ്യുകയാണ് നമ്മുടെ അടുത്ത പണി. ക്ലച്ച് കേസും ഹോസും തമ്മിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്ന ക്ലിപ്പ് റിലീസ് ചെയ്യാനായി ഇവിടെയുള്ള സ്റ്റാർ സ്ക്രൂ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിലീസ് ചെയ്ത് വയ്ക്കാം. മുഴുവനായി ഊരേണ്ടതില്ല. അതിനുശേഷം ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ തിക്കി കൊടുത്താൽ ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയുള്ളത് എയർ സെക്ഷൻ വാൽവ് അഥവാ സെക്കൻഡറി എയർ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള ഹോസ് ഊരിയെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് സെക്ഷൻ വാൽവ്. ബാക്കിലെ ഷോക്ക് അബ്സോർബറിൽ നിന്നും എൻജിൻ കേസിലേക്ക് വരുന്ന ഈ 12 മില്ലിമീറ്റർ ബോൾട്ട് നമുക്കൊരു ടീ സ്പാനറോ ഹെക്സ് സോക്കറ്റും എൽ റോഡും ഉപയോഗിച്ച് നമുക്ക് ഊരിയെടുക്കണം. ബാക്ക് ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നട്ട് പൂർണ്ണമായും ഊരിയെടുത്തതിന് ശേഷം ഈ കാണുന്ന 8 മില്ലിമീറ്റർ ബോൾട്ട് നമുക്കൊരു ടീ സ്പാനർ ഉപയോഗിച്ച് ഊരിയെടുക്കണം. ഇവിടെ വരുന്ന ബ്രേക്ക് കേബിളിൻ്റെ ലോക്ക് ക്ലാമ്പ് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലെയർ ഉപയോഗിച്ച് ബ്രേക്ക് കേബിളും ഡിസ്കണക്ട് ചെയ്യാം. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ഫൗണ്ടേഷൻ ബുഷിലൂടെ കടന്നു പോകുന്ന ആക്സിലിൻ്റെ സെൻട്രൽ സ്റ്റാൻഡിന് തൊട്ടടുത്ത് വരുന്ന ഈ 17 മില്ലിമീറ്റർ നട്ട് ഊരിയെടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ടോർക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഒരു 17 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റ് മെൽ റോഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നട്ട് അഴിയാതെ സ്ലിപ്പ് ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് ആക്സിൽ ബോൾട്ടിൽ ഒരു 14 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റും ഒരു റോഡും ഇട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. 14 മില്ലിമീറ്ററിൻ്റെ റിംഗ് സ്പാനർ ആയാലും മതി. ഇനി സ്ലിപ്പ് ആവാതെ നട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഒരു സോഫ്റ്റ് ഹാമർ ഉപയോഗിച്ച് ആക്സിലുള്ളിലേക്ക് പൂർണ്ണമായും തട്ടിക്കയറ്റിയതിന് ശേഷം നീളമുള്ള ഒരു മെറ്റൽ റോഡും ഹാമറും ഉപയോഗിച്ച് ഇതുപോലെ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ ആക്സിൽ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. വണ്ടിയുടെ ബാക്കിലെ കാരിയറിൽ പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് ഹാൻഡിൽ പിടിച്ച് വണ്ടി മുന്നോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇതുപോലെ എൻജിനും ബാക്കിയുള്ള ചേസിസും ഡിസ്കണക്റ്റ് ആവുന്നതാണ്. എൻജിൻ ഡിസസംബ്ലിങ്ങിൻ്റെ 2ാമത്തെ പാർട്ടുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്